എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സുധാകരൻ മാഷിന്റെയും കമലയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ്. പിന്നീട് മാഷൻ കൂടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ ആ കാര്യങ്ങളൊക്കെ പറയുന്നേ. അതായത് നന്ദിനിയടുത്ത് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം മാഷിന് ഒരു സന്തോഷമൊക്കെ തോന്നി. മക്കൾ തനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തു തന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, കമല പറഞ്ഞു, മാഷേ എല്ലാ പിള്ളേരെല്ലാം സന്തോഷത്തോടെ വാങ്ങിയതല്ലേ, ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ തീരുമാനിച്ചല്ലേ, മാഷി ഈ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ടപ്പം സുധാകരൻ മാഷ് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്ന് എനിക്കറിയില്ല, എന്നാലും ഇവൻ വാങ്ങിയതല്ലേ, എന്റെ മക്കൾ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ടത് എന്താണ് സമ്മാനമല്ലേ, അതുകൊണ്ട് ഞാനിത് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വരുവാണ്. വിക്രം ഒരു നിമിഷം അവിടെ തന്നെ നിൽക്കും, അകത്തേക്ക് കയറിയില്ല. വിക്രം ആ പുറത്ത് തന്നെ നിൽക്കുകയാണ്. കാരണം താൻ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അച്ഛൻ ഇപ്പൊ അത് ഇഷ്ടപ്പെടില്ലായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വിക്രം മാറി നിൽക്കുന്നത്. ഇനിയിപ്പോ താൻ ആ നല്ല സമയത്തെ തല്ലിക്കെടുത്തണ്ട. പക്ഷെ വേദയ്ക്ക് വിക്രം അങ്ങോട്ടേക്ക് വരണമെന്നും ആ ഒപ്പം അവരോടൊപ്പം നിന്ന് വിക്രത്തെ കൂടെ പങ്കെടുപ്പിക്കണമെന്നും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ വിക്രം അങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് തോന്നി അവിടെ നിന്നോട്ടെ വിക്രം, എന്നാലും കുഴപ്പമില്ല, വിക്രത്തിന് കാണാലോ ഈ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ നടക്കണതൊക്കെ, ഇനിയിപ്പോൾ വന്നു കഴിയുമ്പോൾ അച്ഛനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ സുധാകരൻ മാഷും കമലയും കൂടെ കൂടിയിട്ട് കേക്ക് കട്ടി വേണം. അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് പരസ്പരം കൂടെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണറിഞ്ഞു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ നടത്തുന്നത് തന്നെ. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് വിശ്വം എന്ത് ചെയ്യണം, വിശ്വം മേടിച്ചുകൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കണം. അപ്പം അതിനുവേണ്ടി പൈസയൊക്കെ ഇടുത്ത വേദയായിരുന്നു. വിശ്വം അവള് ശ്രീജയും കൂടെ കൂടിയിട്ടാണ് ആ ഡ്രസ്സൊക്കെ കൊടുക്കുന്നത്. അവർ വാങ്ങിച്ചു കൊടുത്താന്നും പറഞ്ഞുകൊണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സന്തോഷമായി. കമലയ്ക്ക് മാത്രമല്ല, ആദ്യമായിട്ട് വാങ്ങി തരുന്നതാണ് മോൻ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ. ഇതുവരെയായിട്ട് വെഡിങ് ആനിവേഴ്സറി കൂടിയിട്ടും ആഘോഷിച്ചിട്ടുമില്ല. അത് മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. ആദ്യമായിട്ട് വാങ്ങി തരുന്നതല്ലേ. അങ്ങനെ അത് വാങ്ങിച്ചു വെക്കുവാണ്. അപ്പോഴേക്കാണ് വിക്രം അകത്തേക്ക് അങ്ങോട്ട് കയറിയിടുന്നത്. വിക്രം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കമല പറഞ്ഞു, എന്നാ മോനെ കേക്കെന്നും പറഞ്ഞുകൊണ്ട് കേക്ക് എടുത്ത് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും വിക്രം എന്തിയുടെ കയ്യിൽ നിൽക്കുന്ന കവർ അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് ആ കവർ അങ്ങ് നീട്ടുവാണ്. കമല ഏതെങ്കിലും മേടിക്കാൻ നോക്കുമ്പോഴത്തേനും മാഷ് ഒറ്റ തട്ടായിരുന്നു എന്നിട്ട് അതെല്ലാം കൂടെ താഴേക്കാണ്. എനിക്കറിയായിരുന്നടാ, അപ്പൊ ഇതായിരുന്നല്ലേ എല്ലാവരുടെ ഉള്ളിലിരിപ്പ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസം നീ കൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ വലിച്ചെറിഞ്ഞതിന് പ്രതികാരമായിട്ടാണ് അത് വീണ്ടും കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കണം. നാണമില്ലടാ നിനക്കിത് പൊക്കി പിടിച്ചോണ്ട് വരാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ മേലാല് ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കില്ല. ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നേ എന്റെ അടുത്ത് സുധാകരൻ മാഷിന്റെ അടുത്തൊന്നും ചെലവാകില്ല, പറഞ്ഞ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കല്ലുതുള്ളി അങ്ങോട്ട് കയറിപ്പോവാ. വിക്രത്തിന് ഒരു നിമിഷം അങ്ങോട്ട് വല്ലാത്ത സങ്കടമായിപ്പോയി. വിക്രം എന്ത് ചെയ്യാണ്, ആ താഴെ കിടക്കുന്ന ആ ഡ്രസ്സ് എടുക്കുകയാണ്. കാരണം വിക്രത്തിനറിയാം താൻ അധ്വാനിച്ച പണം കൊണ്ട് വാങ്ങിയതെന്ന്. വേദയ്ക്കും ആ കാര്യങ്ങൾ അറിയാം. വിക്രം അത് പിന്നീട് എന്ത് ചെയ്യുകയാണ്, അതങ്ങോട്ട് എടുത്ത് ടേബിളിലേക്ക് വെക്കുകയാണ്. അങ്ങനെ വിക്രം വെച്ചിട്ട് വിക്രം മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആകെപ്പാടെ സങ്കടമായിപ്പോയി, വല്ലാത്ത ഇതായിപ്പോയി. പക്ഷേ എങ്കില് ഭയങ്കര സന്തോഷമായിരുന്നു നന്ദിനിക്ക്. രക്ഷപ്പെട്ടു, ഈ ഡ്രസ്സ് കൂടെ തനിക്ക് കിട്ടൂലോ എന്നൊരു ചിന്തയായിരുന്നു ആ മനസ്സിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ കോളടിച്ചു, ഈ ഒരാഴ്ച തന്നെ 2 പുതിയ ജോഡി കിട്ടൂലോ, മിക്കവാറും സാരിയൊക്കെ ആയിരിക്കും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിൽ കരുതുകയാണ്. ആ സമയം കമലയ്ക്ക് ആപ്പെട്ട് ടെൻഷനായി. പക്ഷെ ഇത് കണ്ടിട്ട് വെറുതെ ഇരിക്കാനായിട്ട് വേദയ്ക്ക് സാധിക്കില്ല. കാരണം വേദയ്ക്കറിയാം വിക്രം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിക്രം നാണം കെട്ടുകൂടാ. പിന്നീട് വിക്രം മുറി സങ്കടപ്പെട്ടിരിക്കുന്നപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. വേദ കമലയുടെ അടുത്ത് നിന്നിട്ട്, അമ്മേ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയണം. എന്താ മോളെ, വിക്രം ചെയ്തത് എന്താണെന്നറിയാവോ? വിക്രം ഈ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് വിക്രം ഒന്ന് അധ്വാനിക്കുക ചെയ്തേ, ചുമടെടുക്കുക ചെയ്തേ. ഞാൻ കണ്ടതാ ചുമടെടുക്കുന്നത്. ഞങ്ങളൊന്ന് പുറത്ത് പോണ സമയത്ത് വിക്രം ചുമടെടുക്കുന്ന കണ്ട ആ പണം കൊണ്ട് വാങ്ങിയതാ, അധ്വാനിച്ചുണ്ടാക്കിയത് പണം കൊണ്ട് വാങ്ങിയതാ, അല്ലാതെ ആരുടെയും പിടിച്ചു പറിച്ചോ ഗുണ്ടാപ്പണി നടത്തിയോ വാങ്ങിച്ചൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല. കമലയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പാവം തന്റെ മോന്, അവൻ തനിക്ക് വേണ്ടിയിട്ട് മാഷിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, ഇന്ന് വരെ ചെയ്യാത്ത പണിയും ചേർത്ത് അവൻ വന്നിരിക്കുക. പിന്നീട് കമല മുറിയിലേക്ക് ചെല്ലുവാണ്. കമല മുറിയിലേക്ക് എന്നപ്പോഴത്തേനും വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. കമലയ്ക്ക് സഹിക്കാൻ പറ്റുമോ? കമല അങ്ങോട്ട് ചെന്നിട്ട് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിന് കണ്ണും നിറഞ്ഞു വന്നു. പിന്നീട് എന്താടാ മോനെ, നീ ഇന്ന് ചുമടെടുക്കാൻ പോയോ? നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ. നീ എന്തിനു വേണ്ടി അങ്ങനെ പോയത്? അച്ഛനും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തരാനായിരുന്നെങ്കിൽ നീ അതിന് പോകേണ്ട കാര്യമില്ല. നിന്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ, നീ അച്ഛൻ അങ്ങനെയൊക്കെ പറയും എന്ന് പറയണം. എൻ്റെ മോന് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരിക്കും ചുമടെടുത്ത സമയത്ത്.
കഴുത്തും കൈ എന്നൊക്കെ പറയണം. പിന്നീട് എന്ത് ചെയ്യണം, പതുക്കെ ആ കയ്യിലേക്ക് ഇങ്ങനെ തലോടും സമയത്ത് വിക്രത്തിന് നന്നായിട്ട് വേദന എടുത്ത്, കാരണം അവിടെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്രം ഇങ്ങനെ പതുക്കെ ആന്ന് പറഞ്ഞ് കരയണ സമയത്ത് കമലേച്ച് എന്താണ് മോനെന്ന് ചോദിക്കണം. അപ്പൊ അതൊക്കെ ഷർട്ട് ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ മുറിഞ്ഞതിൻ്റെ ഒരു വലിയൊരു പാട്. എൻ്റെ ഈശ്വരന്മാരെ, ഇതെന്തൊക്കെയാണ് ഞാൻ കാണുന്നത് ചോദിച്ചു. കമല അവിടെ നിന്ന് വാവിട്ട് കരയണം. അമ്മയൊന്നും മിണ്ടായിരിക്കുക, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. എനിക്കറിയാം മോനെ, എനിക്കറിയാം, ഞാൻ പെറ്റമ്മയല്ലേ, നിനക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? എന്നാലും ഇത് കുറച്ച് കൂടുതലായി പോയിട്ടോ വിക്രം, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തിനു വേണ്ടിയാടാ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദ വരുവാണ്. വേദ വന്നിട്ട് അമ്മ എന്തിനാ കരയണേ, കരയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കമലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും എന്നും പറഞ്ഞിട്ട് വേണ്ട അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വേദ കമലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. കാരണം ഇനിയിപ്പം കരഞ്ഞ് വല്ല പ്രഷറൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അതിന്റെ പേരും പറഞ്ഞാലായിരിക്കും ഇനിയിപ്പോൾ അച്ഛൻ വഴക്കുണ്ടാക്കുന്നതെന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം. പിന്നീട് കമല അങ്ങ് മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിലേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ സുധാകരൻ മാഷ് ആകപ്പെടാൻ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ്. ആ സമയം വേദ പറഞ്ഞു, മാഷ് വേദയില്ല, കമല പറഞ്ഞു, മാഷ് എന്താളും ചെയ്തേ അത് മോശമായ കാര്യമായി പോയെന്ന് പറയണേ. എന്ത്? അല്ല നിങ്ങളുടെ മോൻ ഇന്ന് എന്താ ചെയ്തതെന്നറിയാവോ? ആ ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഇന്ന് ചുമടെടുക്കാൻ പോയിട്ടാ വാങ്ങിച്ചോണ്ട് വന്നേ. അവന്റെ കൈയും പുറമൊക്കെ ഇരിക്കുന്ന കാണണം, കൈയൊക്കെ മുറിഞ്ഞിട്ടായിരിക്കുന്നേ. അത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല മാഷെ. ഒന്നുമല്ലേലും ഞാനൊരു പെറ്റമ്മയല്ലേ, മോന്റെ ദേഹം നൊന്നിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സ് നോവില്ലേ, എന്റെ നെഞ്ചു പടയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും മാഷു നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. വേണ്ട മാഷെ, ഇനി ഒന്നും പറയണ്ട, കാരണം ഇതിനു മുമ്പ് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് തന്ന സമയത്ത് മാഷ് അത് വലിച്ചെറിഞ്ഞു. അന്ന് കാരണം പറഞ്ഞാൽ എന്താ, അത് ഗുണ്ടാപ്പണി ചെയ്ത് വാങ്ങിച്ചാന്നാ. അതുകൊണ്ട് അവൻ ഇന്നെന്താ ചെയ്തേ, നന്നായിട്ട് ദേഹം അല്ലെങ്കിൽ അധ്വാനിച്ച് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു ആ ഷർട്ടും കൊണ്ടു. എന്നിട്ടാ മാഷ് അത് എറിഞ്ഞു കളഞ്ഞേ. പക്ഷെ മാഷിന് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, കമ്മല പോയി അതെടുത്ത് മുറിയിലേക്ക് കൊണ്ടുവരുവാണ്. എന്നിട്ട് അത് വെച്ചു, എനിക്കിത് വേണം, ഇനിയിപ്പോൾ മാഷിന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് കമല അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മാഷിന് സങ്കടമായിപ്പോയി. മാഷ് ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്, ഇത്രയ്ക്കൊന്നും ഒരിക്കലും സംഭവിക്കുന്നു ഓർത്തില്ലല്ലോ. ഈ സമയത്ത് വേദ തിരികെ മുറിയിലേക്ക് എല്ലുവാണ്. വേദ മുറിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട, എനിക്കറിയാം വിക്രത്തിന്റെ മനസ്സെന്ന് പറയാ. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, നിനക്ക് എന്തറിയാം, നിനക്കൊന്നും അറിയില്ല എന്ന് പറയണ. എനിക്കറിയാം വിക്രം, എനിക്ക് വിക്രത്തിനെ കുറിച്ച് എല്ലാം അറിയാം. ഇന്നിപ്പോ ഇത് കൊണ്ടുവന്ന് ചുമടെടുത്താ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാന്ന് പറയണം. പിന്നീട് വിക്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ല കൈക്കൊക്കെ വേദനയുണ്ടോ, ഞാൻ കുഴമ്പിട്ട് തരുവോ മറ്റോ ചെയ്യണോന്ന് ചോദിക്കണം. വേണ്ട, ദൈവത്തെ ഓർത്തന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കൈയൊക്കെ കുഴമ്പിട്ട് തിരുമ്മി തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം. വേദ അവിടെ നിർത്ത് കുഴമ്പൊക്കെ എടുത്തോണ്ട് തീരുമാനമായിട്ട് ഷർട്ട് പതുക്കി ഇങ്ങോട്ട് മാറ്റുമ്പോഴാണ് ആ കൈയെല്ലാം മുറിവുപാട് കണ്ടത്. ഇത് കണ്ടതും വേദയ്ക്ക് ആപ്പാട് സഹിച്ചില്ല. ഇതെന്താ വിക്രം ഇത് എന്നിട്ട് എന്താ എന്നോട് ഒരു വാക്കുപോലും പറയാത്തേന്ന് ചോദിക്കും. ഇത് കേട്ടതും വിക്രം പറഞ്ഞതേ ഒരക്ഷരം മിണ്ടിയാക്കരുത്, നീ കാരണം ഇതെല്ലാം. ഇത് കേട്ടപ്പം വേദയ്ക്ക് ദേഷ്യ സങ്കടം വന്നു. വേദ പറഞ്ഞു, വിക്രം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒറ്റ ദിവസം കൊണ്ട് അച്ഛനെ അമ്മേനെ നന്നാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാ അവർ നന്നാകത്തൊന്നുമില്ല. ഇത്രയും കാലം അച്ഛന്റെ മനസ്സിലുണ്ടായത് വിദ്വേഷം വിക്രത്തിന് അറിയാലോ. പെട്ടെന്ന് അത് മാറണമെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇപ്പൊ വിക്രം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അത് വാങ്ങിയത് പോലും അച്ഛൻ അറിയത്തില്ല. അച്ഛനോട് പറഞ്ഞാൽ മാത്രമല്ല അച്ഛൻ അറിയുള്ളൂ, പറയാതെ എങ്ങനെ അച്ഛൻ അറിയണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാരില്ല. പിന്നെ ഇത്രയും കാലം വിക്രം എന്താ ചെയ്തു കൂട്ടിയത്, അവർക്ക് വേണ്ടി നല്ല എന്തെങ്കിലും കാര്യം ചെയ്തോ? അവരുടെ മനസ്സിൽ വിക്രം എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനു മുമ്പ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമല്ല അവർക്ക് സന്തോഷമാകത്തുള്ളൂ. ഇതിനു മുമ്പ് ഇങ്ങനെയും ചെയ്തിട്ടില്ല. ഒരു നല്ല കാര്യം വന്നാൽ പോലും അവരൊന്ന് വിഷ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു സാധനം പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലും ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല ഒരു ഗുണ്ടാപ്പണി ചെയ്തിട്ടാണല്ലോ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഓർക്കുമ്പോൾ ഏതൊരു അഭിമാനിയായ അച്ഛനും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. മകൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് കൊടുക്കണം എന്നാണ് അവരെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അച്ഛനാക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു വിക്രം അധ്വാനിച്ചുണ്ടാക്കി പണമെന്നുള്ള കാര്യം. ഇത് കേട്ടൻ വിക്രം ഓഹോ, അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നാണെന്ന് ചോദിക്കുകയാണ്. മര്യാദ പഠിപ്പിക്കാൻ വന്നല്ല വിക്രം, ഉള്ള കാര്യം ഞാൻ പറഞ്ഞ. ഇനി വിക്രത്തിന് തീരുമാനം. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇതിപ്പം വിക്രം അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും അത് അച്ഛൻ സ്വീകരിക്കും. അച്ഛനത് എടുത്ത് അണിയും ആ ഷർട്ടൊക്കെ. വിക്രം നോക്കിക്കോ, അല്ലെന്റെ പേര് വേദ എന്നുള്ള വേദാളെന്ന് മാറ്റി വിളിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം വിക്രത്തിന് ആ പാടെ സങ്കടവും ദേഷ്യമായി. വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. താൻ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചു കൊണ്ടേ കൊടുത്തിട്ട് തന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞല്ലോ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. അതിന് മാത്രം താൻ എന്താ തെറ്റിയത്? ഇനിയിപ്പോ വേദ പറയുന്ന പോലെ താൻ അവർക്ക് കെയർ കൊടുക്കേണ്ട സമയത്ത് കെയർ കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണോ, അതോ ഇനിയിപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്തയൊക്കെ വരിക. അങ്ങനെ ആകെപ്പാടെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂട്ടിയാണ് വിക്രം വണ്ടി ഓടിക്കുന്നത്. വിക്രത്തിന് അലപ്പറിയിട്ട് കരയണമെന്ന് തോന്നി. വിക്രമാണ് ഉറക്കെ അങ്ങോട്ട് അലറി വിളിക്കുവാണ്. കാരണം ആ ഉള്ളിലെ ആ ഫ്രസ്ട്രേഷനൊക്കെ എങ്ങനെയും ഒന്ന് പോകണമല്ലോ കുറച്ചെങ്കിലും, അതിനു വേണ്ടിയിട്ടാണ് വിക്രം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ സമയം സുധാകരൻ മാഷ് ഇങ്ങനെ ആലോചിക്കുക, താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഷർട്ടൊക്കെ വലിച്ചെറിയാൻ പാടില്ലായിരുന്നു, താൻ ചെയ്ത് തെറ്റാണ്.
മാഷാണെങ്കിലും മാഷ് തെറ്റെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റിത്തിരുത്തണമല്ലോ. മാഷ് പിന്നീട് ആ ഷർട്ട് പോയി എടുക്കണം. ഷർട്ട് എടുത്തു വന്നിട്ട് ദേഹത്തേക്ക് വെച്ച് നോക്കുക. നല്ല ഭംഗിയുണ്ടോ എന്ന് നോക്കുക. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ഡ്രസ് സെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൻ്റെ മകൻ തനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചോണ്ടുന്ന ഷർട്ട്, അതിനിപ്പോൾ കൊള്ളത്തില്ലെങ്കിലും ഇറുകിയതാണെങ്കിലും ഇതാണെങ്കിലും ഒന്നും നോക്കാനില്ല. തൻ്റെ മകൻ തനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ. ആ സമയത്താണ് വേദ അപ്രതീക്ഷിതമായിട്ട് അവരോട് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വേദ ആ കാഴ്ച കാണുകയാണ്. മുറിയിലെ വിക്രം കൊണ്ട് കൊടുത്ത ഷർട്ട് ദേഹത്തേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് നോക്കുന്ന മാഷിനെ. അത് കണ്ടപ്പോൾ വേദയ്ക്കൊരു കാര്യം മനസ്സിലായി. മാഷിന് ഇഷ്ടമാണ് വിക്രത്തിനെ, പക്ഷേ എങ്കിൽ അത് പുറമേ കാണിക്കുന്നില്ല. ഒരു പക്ഷെ താൻ ആ ഇഷ്ടം പുറമേ കാണിച്ചാൽ ഇനിയും വിക്രം ചീത്തയായി പോവുക, അല്ലെങ്കിൽ തന്നെ മാഷ് പറയുന്നൊന്നും അനുസരിക്കുന്നില്ല. ഇനി അങ്ങനെ എന്തേലും വീണ്ടും പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ നേർവഴിക്ക് വിക്രത്തെ നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വേദ അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ്. ആ സമയത്ത് മാഷ് എന്ത് ചെയ്യണം, ആ ഷർട്ട് എടുത്തിട്ട് നോക്കുക. കൊള്ളാം, തൻ്റെ പാകത്തിനുള്ള ഷർട്ട്, തൻ്റെ അതേ അളവിന് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട. കാര്യങ്ങളൊക്കെ വിക്രത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നീട് വേദ നേരെ അടുക്കളയിൽ ചെന്നിട്ട് കമലയോട് കാര്യങ്ങൾ പറയണം. അമ്മ ഇപ്പൊ മുറിയിലേക്ക് എന്ന ഒരു കാര്യം കാണാന്ന് പറയണം. അതെ, ഡയറക്റ്റായിട്ട് കയറി ചെല്ല, പതുങ്ങി പോണം എന്ന് പറയണം. അങ്ങനെ കമല വന്ന് പതുങ്ങിപ്പോയി നിന്ന് കഴിയുമ്പത്തേനും ഷർട്ടൊക്കെ ആയിട്ട് മാഷ് കണ്ണാടിക്കകത്ത് നോക്കുന്ന കാഴ്ച കണ്ടേ. ഇത് കണ്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കമല ഒന്നും അറിയത്തില്ലാത്ത മട്ടം നിൽക്കുമ്പോഴത്തേനും മാഷ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ വീട്ടിൽ വരുന്ന പോവാ, അമ്മേനെ കണ്ട് കുറച്ച് ദിവസമായി, ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം. അല്ല മാഷെ എന്താ പ്രത്യേകിച്ച് ഇപ്പം ഇന്ന് ഒന്ന് പോകണമെന്ന് തോന്നി എന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ട് മാഷ് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ അടുത്ത് വന്നിട്ട് കമല പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല മോളെ, നിനക്ക് ഇത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചല്ലോ. അവനെ മാറ്റി, അതോടൊപ്പം തന്നെ ഇപ്പൊ ആണ്ടേ മാഷ് കണ്ടില്ലേ, അവൻ വാങ്ങിച്ചു കൊടുത്ത് ആ ഷർട്ട് ഇട്ടോണ്ടാ പുറത്ത് പോയിരിക്കുന്നേ. എനിക്കിതിൽ പറയൊരു സന്തോഷമില്ല, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. മോൻ്റെ ഒരു കാര്യമെങ്കിലും മാഷ് അംഗീകരിച്ചല്ലോ, എനിക്ക് അത് മതി എന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, സാരമില്ലമ്മേ, എല്ലാം ശരിയാവും, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ കൂടെ. ഉറപ്പായിട്ടും വിക്രം ഇപ്പോഴത്തെ പോലെ അല്ല. വിക്രം അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പണ്ടത്തെ ആ മോനായിട്ട് തന്നെ വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് വരുമെന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.